അടുത്തത് 3 അല്ലേ? കൃതം കിമപി നൈവ സ്യാത് ഇതി സഞ്ചിന്യ തത്വതഃ യദാ യത് കർത്തുമായാതി തത്കൃത്വാ സേയഥാ സുഖം. കൃതം കിമപി നൈവ സ്യാത് ഇതി സഞ്ചിന്യ തത്വതഃ യദാ യത് കർത്തുമായാതി തത്കൃത്വാ സേയഥാ സുഖം. തത്വതഃ ആത്മനാ കിമപി ഏവ ന കൃതം സ്യാത് ഇതി സഞ്ചിന്യ യദാ യത് കർത്തുമായാതി തത്കൃത്വാ അഹം യഥാ സുഖം ആയാസേ. തത്വതഃ വാസ്തവത്തിൽ, തത്വപരമായി പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ, വാസ്തവം ആലോചിച്ചാൽ ആത്മനാ കിമപി ഏവ ന കൃതം സ്യാത്, ആത്മാവിനാൽ ഒന്നും തന്നെ ചെയ്യപ്പെടുന്നില്ല. ഇതാണ് വസ്തുത. ഇതാണ് 3. അത് സാരമില്ല, സാരമില്ല. അടുത്തത് പറയുമെന്ന് നോക്കിയിട്ട് മതി. നിങ്ങളുടെ പ്രിൻ്റഡ് പുസ്തകത്തിൽ 3 4 സാരമില്ല, അത് സാരമില്ല. അതൊന്ന് ഓർഡർ തെറ്റി കിടക്കുന്നൊന്ന് കൂട്ടിയാൽ മതി. അത് ഒന്ന് ഓർഡർ തെറ്റി കിടക്കുന്നൊന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ഒന്നുകൂടെ ചൊല്ലിയിട്ട് തുടങ്ങാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബോധം അങ്ങനെ അങ്ങായി. കാരണം 3 ചൊല്ലിയില്ലല്ലോ എന്നുള്ള തോന്നലായി. കൃതം കിമപി നൈവ സ്യാത് ഇതി സഞ്ചിന്യ തത്വതഃ യദാ യത് കർത്തുമായാതി തത്കൃത്വാ സേയഥാ സുഖം. തത്വതഃ ആത്മനാ കിമപി ഏവ ന കൃതം സ്യാത്. വാസ്തവം ആലോചിച്ചാൽ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ശരീരം ഇവയൊക്കെ ഖേദിക്കുന്നത് ആലോചിച്ചാൽ വാസ്തവത്തിൽ ആത്മാവിനാൽ ഒന്നും തന്നെ ചെയ്യപ്പെടുന്നില്ല. ആത്മാവ് കർത്താവല്ല. ഇതി എന്ന് ചെയ്യപ്പെടുന്നില്ല, ഇതി എന്ന് സഞ്ചിന്യ ശരിക്ക് വിചാരം ചെയ്തു. വാസ്തവം ആലോചിച്ചാൽ സത്യത്തിൽ ആത്മാവ് കർത്താവല്ല എന്ന് ശരിക്ക് വിചാരം ചെയ്ത് യഥാ എപ്പോൾ യത്ത് യാതൊന്ന് കർത്തും ചെയ്യുന്നതിന് ആയാതി സന്ദർഭം വരുന്നുവോ തത്കൃത്വ അത് ചെയ്തിട്ട് ആത്മാവ് കർത്താവെയല്ല എന്നങ്ങ് ഉറപ്പിച്ചിട്ട് ഏതൊരു കർമ്മം മുമ്പിലേക്ക് പ്രകൃതി കൊണ്ടുവന്ന് ഗുണത്രയങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാനൊരുങ്ങുന്നുവോ ആ സന്ദർഭത്തിൽ ആ കർമ്മത്തെ ചെയ്തിട്ട് അഹം ഞാൻ യഥാസുഖമാസേ സുഖമായി വസിക്കുന്നു. ആത്മതലത്തിൽ ഞാൻ ചെയ്യുന്നവനല്ല, ചെയ്യിക്കുന്നവനല്ല. ഞാനതിൽ ബന്ധിക്കുന്നില്ല. അതുകൊണ്ട് സങ്കല്പവികൽപ്പങ്ങൾ ആ കർമ്മത്തിൽ എൻ്റെ ആത്മാവിൽ ചേർത്ത് ഞാൻ ഉണ്ടാക്കുന്നില്ല. അതിനാൽ ഞാൻ ആ കർമ്മത്താൽ ഞാൻ സുഖിയോ ദുഃഖിയോ അല്ല, ഞാൻ സദാ സുഖിയാണ്.
യഥാസുഖം. സദാ സുഖിയായ ഞാൻ അല്പം പോലും അതിൽ ആത്മാവിനെ ബന്ധിക്കാതെ ശാരീരികങ്ങളായ സ്ഥൂലകർമ്മങ്ങളെ ശരീരത്തിന് വിട്ട്, വാക്കായ കർമ്മങ്ങളെ വാക്കിന് വിട്ട്, മനഃകർമ്മങ്ങളെ മനസ്സിന് വിട്ട്. ഇപ്പം കഴിഞ്ഞ ശ്ലോകത്തിൽ ഈ ശ്ലോകത്തോടുകൂടി രസം എന്നതിനേക്കാൾ വാക്കാണെന്ന് ബോധ്യമാവും. മനസ്സിലായില്ല? മനോവാക്കായ കർമ്മങ്ങൾക്കാണ് അവിടെ ചിലപ്പോൾ ശരീരം ക്ലേശിക്കുന്നു, ചിലപ്പോൾ നാവ് ക്ലേശിക്കുന്നു, ചിലപ്പോൾ മനസ്സ് ക്ലേശിക്കുന്നു. അപ്പം കർമ്മതലം മൂന്നാണ്. ശാരീരിക കർമ്മങ്ങൾ, വാചിക കർമ്മങ്ങൾ, മാനസിക കർമ്മങ്ങൾ. ബന്ധിച്ചിട്ടാണ് ശാരീരിക കർമ്മങ്ങളെങ്കിൽ ദുഃഖമുണ്ടാവും ശരീരത്തിന്. അധ്യസിച്ചിട്ടാണെങ്കിൽ മുമ്പിൽ വരുന്ന കർമ്മം ചെയ്തു വിട്ടു, വെറുതെ അങ്ങ് ചെയ്തു വിട്ടു, അതിനിരുന്ന് ഒരുപാട് ചർച്ച ചെയ്ത് ചെയ്യണോ ചെയ്യണ്ടയോ, അതെങ്ങനെ ചെയ്യണം, ഞാൻ ചെയ്താൽ എന്താകും, നാളെ എനിക്കെന്തുണ്ടാവും, മറ്റന്നാൾ മറ്റവൾക്കെന്തുണ്ടാവും, അവൾക്കെന്തുണ്ടാകും, അവനെന്തുണ്ടാവും, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവന് ദുഃഖം മാത്രമേ ബാക്കിയുള്ളൂ. അത് ശരീരത്തിൻ്റെ ജ്യേഷ്ഠയാണ് ചെയ്തു, ബസ് വിട്ടു. ആ കർമ്മത്തിൽ ഒരു ബന്ധവുമില്ല. അത് ശരീരം അപ്പോൾ ചെയ്തതാണ്, ഞാൻ ചെയ്തതല്ല. അങ്ങനെ ആകുമ്പോൾ ശരീരം പ്രകൃതിക്ക് വിരുദ്ധമായി ഒന്നിലും നീങ്ങുകയില്ല. ശരീരത്തിൽ ഞാൻ അഹന്തയായി കൂടുമ്പോഴുണ്ടാകുന്ന അഭിമാനത്തിൽ മാത്രമേ അധർമ്മവും ഉണ്ടാവൂ. ഒരു തെറ്റിദ്ധാരണ അപ്പോൾ ഉണ്ടാവും. അത് തിരുത്താനാണ് ഇപ്പോൾ പറഞ്ഞത്. എനിക്ക് മമതയിലുണ്ടാകുന്ന കർമ്മമൊക്കെ ശരീരത്തിൻ്റെ ആണെന്ന് പറഞ്ഞ് അങ്ങ് വിട്ടിട്ട് ഞാൻ മുക്തനാണെന്നിരിക്കുന്ന ഒരു അഭിമാനം ആയിരിക്കുമോ സ്വാമി ഈ പറയുന്ന വേദാന്തം? മനസ്സിലായില്ല? ആത്മാവിനെ മോചിപ്പിച്ചാൽ, ബന്ധങ്ങളില്ല എങ്കിൽ പ്രകൃതിയിലാണ്, സമഷ്ടി പ്രകൃതിയിലാണ് ശരീരം. ഏതൊരു പൃഥ്വിയുടെ അംശമായ പൃഥ്വി, ഏതൊരു ജലത്തിൻ്റെ അംശമായ ജലം, ഏതൊരു അഗ്നിയുടെ അംശമായ അഗ്നി, ഏതൊരു വായുവിൻ്റെ അംശമായ വായു, ഏതൊരു ആകാശത്തിൻ്റെ അംശമായ ആകാശം ചേർന്നിട്ട് ഏത് സമഷ്ടിയുടെ ഭാഗമായാണോ പിണ്ഡാണ്ഡം ബ്രഹ്മാണ്ഡത്തിൻ്റെ അംശമായി നിലകൊള്ളുന്നത്, ആ ബ്രഹ്മാണ്ഡത്തിന് പോറലേൽക്കാത്ത വിധത്തിൽ പിണ്ഡാണ്ഡത്തിലുണ്ടാകുന്ന ആന്തോളനങ്ങൾ ശാരീരിക കർമ്മങ്ങളായറിഞ്ഞ് പിണ്ഡാണ്ഡ ഹേതുവിനെ, ബ്രഹ്മാണ്ഡത്തെ യാതൊരു തരത്തിലും തവിപ്പിക്കാത്ത കർമ്മങ്ങൾക്ക് പിണ്ഡാണ്ഡത്തെ വിട്ടുകൊടുക്കുന്നതോടുകൂടി മുക്തവും നിത്യവുമായ ആത്മാവ് ശുദ്ധനായിരിക്കുകയും ബന്ധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ലൗകികങ്ങളായ നിയമങ്ങളോ വ്യവഹാരത്തിൻ്റെ പ്രാധാന്യങ്ങളോ അയാളെ ബന്ധിക്കുന്നില്ല എന്നു മാത്രമല്ല, യാതൊരു നിയമം കൊണ്ടും യാതൊരു തഥ്യ കൊണ്ടും അയാൾ ചെയ്തത് ഒരു ലോകത്തും ഒരു യുക്തിയിലും അധർമ്മമാകാതെയും ഇരിക്കുന്നു. തിരിച്ചല്ല, എന്തു തോന്നിയവാസവും കാണിക്കാനുള്ള ലൈസൻസ് കിട്ടി എന്ന് തോന്നും കേൾക്കുമ്പം. മനസ്സിലായില്ല? ആത്മാവ് ശരീരത്തിൽ ചേരുമ്പോൾ ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ വൈശ്യനാണ്, ഞാൻ ശൂദ്രനാണ്, ഞാൻ നായാടിയാണ്, ഞാൻ നമ്പൂതിരിയാണ്, ഞാൻ അയ്യരാണ്, ഞാൻ നായരാണ്, ഞാൻ ഈഴവനാണ്, ഞാൻ പുലയനാണ്, ഞാൻ പറയനാണ് തുടങ്ങിയ മമതകൾ ഉണ്ടാകുന്നത് ചേരുമ്പോഴാണ്. അപ്പോൾ ഒരുത്തൻ ചെയ്യുന്ന കർമ്മം വേറൊരുത്തന് വിരുദ്ധമാണ്.
അത് ചെയ്യാൻ ലൈസൻസ് തരികയല്ലിത്. മനസ്സിലായില്ല? ഞാൻ ബ്രഹ്മചാരിയാണ്, ഞാൻ ഗൃഹസ്ഥനാണ്, ഞാൻ സന്യാസിയാണ്, ഞാൻ അതീതനാണ്, ഇതെല്ലാം ശരീരത്തിൽ ആരോപിച്ചിട്ട് ആത്മാവ് അഹത്തിൽ ചേർത്ത് കാണുന്നതാണ്. ആ ചേർച്ചയില്ലാതെ ആത്മബോധം ശുദ്ധമായി മാറിയാൽ സകല ചരാചരങ്ങളിലും നിലകൊള്ളുന്ന പൃഥ്വംശവും ജലാംശവും തേജോംശവും വായുവംശവും ആകാശാംശവും എപ്രകാരം ചേർന്നിരിക്കുന്നുവോ അതിനെ സമഞ്ജസമായി ഉൾക്കൊള്ളുന്ന ഒരു ശരീരമായി എൻ്റെ ശരീരം മാറുകയും അവയിലുണ്ടാകുന്ന ആന്തോളനങ്ങൾക്കനുഗുണമായ ആന്തോളനം സമഷ്ടിപൂർവകമായി എന്നിലുണ്ടാവുകയും എൻ്റെ ശരീരം ആ കർമ്മങ്ങൾക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ യാതൊരു ധർമ്മത്തിനും വിഘാതമല്ലാതായിത്തീരുകയും ചെയ്യുന്നു. ലൗകികങ്ങളും പാരത്രികങ്ങളുമായ എല്ലാ ധർമ്മങ്ങളെയും ഉല്ലംഘിച്ചു നിൽക്കുന്ന ഉദാത്തമായ അതിൽ എല്ലാ ധർമ്മങ്ങളും ഇഴുകിച്ചേർന്ന് നിൽക്കുകയാണ്. ഇതാണ് അതിൻ്റെ സാമരസ്യം. അല്ലാതെ പഠിച്ചു പോകുമ്പം പ്രത്യേകം ഓർക്കണം. അപ്പോൾ ഈ പറഞ്ഞ അഷ്ടാവക്രഗീതം മാത്രം പഠിച്ചാൽ മതി, കൊള്ളാം, ഗംഭീര സാധനമാണ്. എന്തു തോന്നിയവാസവും കാണിക്കാം. ഒരു ബ്ലാക്ക് ബെൽറ്റ് കയ്യിൽ കിട്ടി, ആരെ ഇടിയാൻ, തിരിച്ചൊരിടിയും കിട്ടുകയില്ലാത്ത. ഇന്നലെ വൈകുന്നേരം അങ്ങനെ വിചാരിച്ചാൽ കിടന്നുറങ്ങിയത്. രാവിലെ എങ്ങനെയാവുമെന്ന് വിചാരിച്ചില്ല. വൈകുന്നേരത്തെ ചോദ്യത്തിൽ അങ്ങനൊരു ദുസ്സൂചന ഉണ്ടായിരുന്നോ എന്ന് എനിക്കൊരു സംശയം. ആരാ ചോദിച്ചതെന്ന് ഓർമ്മയില്ല. ആരുടെ ചോദ്യത്തിലാണെന്ന് അറിയില്ല. അങ്ങനൊരു ദുസ്സൂചന അതിലുണ്ടായിരുന്നോ എന്നൊരു ഒരു ചെറിയ ശങ്ക. പിന്നെ ഇപ്പം അതിന് സാധ്യത ഇല്ല, ഒട്ടുമില്ല. അത് നമ്മൾ എടുത്തതാ ക്ലാസ്സിൽ. എന്നാലും ഈ മുഴുവൻ കാര്യവും ചിലപ്പോൾ കേൾക്കില്ല. ആ സമയത്ത് ആരോടെങ്കിലും വർത്തമാനം പറയായിരിക്കും. മാത്രമല്ല ഈ വേണ്ട സാധനം വരുമ്പോഴേക്ക് ചിലപ്പം നമ്മളങ്ങ് ഉറങ്ങിപ്പോവും. അങ്ങനെയും പറ്റും. ഈ ഗതികേട് പറ്റുന്ന അങ്ങനെയാണ്. ഈ മുണ്ടി വരമ്പത്ത് നിൽക്കും. നല്ലേനം മീൻ വരുമ്പോഴത്തേക്ക് ഒടയതമ്പുരാൻ അവൻ്റെ കണ്ണടപ്പിക്കും. അപ്പോൾ അത് രക്ഷപ്പെടും എന്ന് പറയുന്ന പോലെ ഈ പഠിക്കാമെന്ന് നിൽക്കുമ്പോഴും ഇത് മുഴുവനായിട്ട് കേൾക്കാൻ പറ്റുകയല്ലോ. അതിൻ്റെ സമഗ്രത ഉള്ളിൽ തട്ടുക എന്ന് പറയുന്നത് ഒരു ഹെവൻ കമ്മിങ് മൊമെൻറ്റിലാണ്. അതുകൊണ്ടാണല്ലോ ശങ്കകൾ ഉണ്ടാകുന്നത്. പറയുന്നയാൾ ശങ്കയില്ലാതെയാണ് പറയുന്നതെങ്കിൽ കേൾക്കുന്നയാളിൽ ശങ്ക ഉണ്ടാവുകയും ചെയ്യുന്നുവെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് തകരാറുണ്ടല്ലോ. ശരിയല്ല? പറയുന്നയാളിനെ സംബന്ധിച്ചിടത്തോളം ശങ്ക കേൾക്കുന്നയാളിലുണ്ടായത് തകരാറ് അവിടെയാണെന്നും, കേൾക്കുന്നയാളിനെ സംബന്ധിച്ചിടത്തോളം തകരാറ് മുഴുവൻ പറയുന്നയാളിലാണെന്നുമുള്ളത് ഉറപ്പാണല്ലോ. ശരിയല്ല? രണ്ടായാലും കുഴപ്പമില്ല. ഇങ്ങനെയാണല്ലോ എൻ്റെ തലം. ശരിയല്ല? ഇതിൻ്റെ ലക്ഷ്യം ആ ശങ്ക തീരലുമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ വാസ്തവത്തിൽ എന്നാൽ ഒന്നും ചെയ്യപ്പെടുന്നില്ല എന്ന് ശരിക്കും അറിഞ്ഞ് എപ്പോൾ എന്ത് ചെയ്യേണ്ടതായി വരുന്നുവോ, ശരീരം, വാക്ക്, മനസ്സ്,
വാക്ക് പുറപ്പെട്ടാൽ അതാ ദേവതയിലുണ്ടായ ത്രാസമാണ്. അപ്പം ആദ്യം അത് പരിശീലിച്ച് സമഷ്ടിക്കായി വിട്ട് എന്നെ അതിൽ നിങ്ങി പിന്മാറ്റിയാൽ, എൻ്റെ അഭിമാനം കയറി വരുന്നില്ലെങ്കിൽ നല്ല വാക്ക് വരും. ഞാനാരാ, ഞാൻ സന്യാസിയല്ലേ എന്ന് ഭാവിച്ചാൽ നിങ്ങളിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ അഹന്തയൊക്കെ വരും. ഒപ്പം നിങ്ങളുടെയും അഹന്ത നിൽക്കുകയാണെങ്കിൽ നോക്കാവിടാന്നാവും. ശരിയല്ല. അപ്പം നിങ്ങളുടെ കൂടെയും 10 പേരുണ്ടാവും, എൻ്റെ കൂടെയും 10 പേരുണ്ടാവും. മല്ലന്മാർ ഗോദായിലേക്ക് ഇറങ്ങും. ബോധമതി നീങ്ങി പിൻവലിഞ്ഞാൽ നിങ്ങൾക്ക് പഥ്യമാകുമാറ് നിങ്ങളുടെ വാഗ്ദേവത തന്നെയാണ് എന്നിലെ വാഗ്ദേവത എന്നറിയുമ്പോൾ ദേവതകൾ തമ്മിൽ മത്സരമില്ലാതാവും. ആനന്ദാനുഭൂതിക്ക് വാക്കുകൾ ഉതിരും. വാക്ക് സൂക്ഷ്മമായ ആകാശത്തിൻ്റെ പ്രതിരൂപമാണ്. ശബ്ദം, അതിലാ ശബ്ദവും അർത്ഥവും സമഞ്ജസമാകും. ചിലപ്പോൾ അർത്ഥം പിടികിട്ടിയില്ലെങ്കിലും ആ ശബ്ദം ഒരു ആന്തോളനം ഉണ്ടാക്കും, അപ്പോൾ ഒരുമാതിരി ഇരിക്കും. ചിലപ്പോൾ ശബ്ദം ആന്തോളനം ഉണ്ടാക്കിയില്ല, അർത്ഥമാന്തോളനം ഉണ്ടാക്കും, അപ്പോഴും ഇരിക്കും. ശബ്ദാർത്ഥങ്ങൾ വികലങ്ങളാകുമ്പോൾ, അതാണ് കാളിദാസൻ ഭാവിച്ചത്, പ്രകൃതിയും പുരുഷനും സംയോജിക്കുന്നത് പോലെ എൻ്റെ നാവിൽ വാക്കുവരണം. വാഗർദ്ധാവിവ സംപൃക്തൗ വാഗർദ്ധപ്രതിപത്തയേ ജഗതപിതരൗ വന്ദേ പാർവതീപരമേശ്വരൗ. ഇതിലൊരുപാട് തലങ്ങളുണ്ട്. ജഗത്പിതാക്കളായ പാർവതിയുടെയും പരമേശ്വരൻ്റെയും വാചാമഗോചരമായ വാഗ്വിലാസത്തിൻ്റെ അനുരണനങ്ങൾ ഹോമാഗ്നിയിൽ തപിച്ചിട്ടാണ് ജീവജാലങ്ങൾ അത്രയുമുണ്ടായതെങ്കിൽ ആദിമരേതസിൻ്റെ അനുഭൂതികളിൽ നിന്നാണ് എൻ്റെ വാഗ്വിലാസങ്ങൾ പാർവതീ പരമേശ്വര സംയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ അത് സൃഷ്ടിയുടേതല്ലാതെ സംഹാരത്തിൻ്റെതായിത്തീരുന്നില്ലെന്ന്. മനസ്സിലായില്ല? കാളിദാസന് നമസ്കാരം. ചുമ്മാ സാഹിത്യരചന നടത്തുകയല്ല ഇത്, അന്തർദർശനത്തിൽ എഴുതുകയാണ് ഇത്. വാക്കും മനസ്സും ഇണചേർന്ന് ഞാനുണ്ടാക്കുന്ന വാക്പ്രപഞ്ചത്തിൽ പ്രകൃതി പുരുഷ സംയോഗത്തിൻ്റെ അനവധ്യ സുന്ദരങ്ങളായ ഭാവതലങ്ങൾ ദർശിച്ച കാളിദാസൻ്റെ ദർശന സവിശേഷതയിലാണ് ആ കാഴ്ച ഉതിർന്നു വരുന്നത്. വാക്കതുപോലെ മസൃണമാവണം. വീട്ടിലൊക്കെ അങ്ങനെ വാക്ക് പറയാൻ പഠിച്ചാൽ ആ വീട്ടിൽ ജനിച്ചാൽ എന്തൊരു പുണ്യമായിരിക്കും. പാർവതീ പരമേശ്വരന്മാരുടെ ചേർച്ച പോലെ വാക്കുമർത്ഥവും ചേർന്ന് സംസാരിക്കുന്ന ഒരച്ഛൻ്റെ മകനായി, ഒരമ്മയുടെ മകനായി, ഒരു സഹോദരനായി, ഒരു സഹോദരിയായി ഒക്കെ ജീവിക്കാൻ ഇടവന്നാൽ കിട്ടുന്ന സൗഭാഗ്യാതിരേകം എത്രയായിരിക്കും? മനസ്സിലായില്ല? അങ്ങനെ ഒരാളാകാൻ ആഗ്രഹിക്കുമ്പോൾ അങ്ങനെ ഒരു വാക്കുതിർക്കേണ്ടതിൻ്റെ അത്യാവശ്യം തോന്നി. വാക്ക് അങ്ങനെയായിത്തീർന്നാൽ നമ്മുടെ ലോകമെന്തായിരിക്കും? ആദ്യത്തത് ഇഷ്ടപ്പെട്ടു, മനസ്സിലായി. രണ്ടാമത്തത് ഇഷ്ടപ്പെടുമോ? അപ്പം അതുകൊണ്ട് വളരെ എളുപ്പവും അതാണ്. വാസ്തവത്തിൽ
ശാരീരികമായി, മാനസികമായി, വാചികമായി ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ കർത്താവല്ല ഭോക്താവല്ല എന്ന് ശരിക്കും അറിഞ്ഞ് പ്രകൃതി വിലാസമെന്ന് മനസ്സിലാക്കി എപ്പോൾ എന്ത് ചെയ്യേണ്ടതായി വരുന്നുവോ അപ്പോൾ അത് ചെയ്ത് ഞാൻ സുഖമായി കഴിയുന്നു. എന്നെ ഞാൻ നിയന്ത്രിക്കുന്നില്ല എന്ന് എന്നെ ഞാൻ നിയന്ത്രിക്കുവാനും എന്ന് എൻ്റെ ആഗ്രഹങ്ങളിൽ ഞാൻ കയറിക്കൂടുവാനും എന്ന് എൻ്റെ കർമ്മങ്ങളിൽ ഞാൻ ഉണ്ടാകുവാനും തുടങ്ങിയോ ഞാൻ ചേർന്നിടത്തെല്ലാം എനിക്കും ലോകത്തിനും ഞാൻ ദുഃഖമല്ലാതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ചെയ്യുന്നുവെന്നും ഞാൻ അനുഭവിക്കുന്നുവെന്നുമുള്ള കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും ലോകങ്ങളിൽ മാറി മാറി ആടിയ എന്നിലെ എന്നെ ഇന്ന് ഞാൻ ശാരീരികവും വാചികവും മാനസികവുമായ എൻ്റെ കർമ്മങ്ങളിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. ഞാൻ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തനായിരിക്കുന്നു. ഞാൻ യഥാസുഖം വാഴുന്നു. എന്നെ ഞാൻ എൻ്റെ കുട്ടിയിൽ ചേർത്തപ്പോൾ അവൻ ഒന്നോടാൻ, ഒന്നിരിക്കാൻ, ഒരു വാക്ക് പറയാൻ സ്വാതന്ത്ര്യമില്ലാതായി. അത് അവന് ദുഃഖമായി, ലോകത്തിന് ദുഃഖമായി, എനിക്ക് ദുഃഖമായി. ശരിയല്ല. ഞാൻ എൻ്റെ ഭാര്യയുടെ നീക്കങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, ഇടപാടുകളിൽ, ഇടപെടലുകളിൽ അധ്യസിച്ചു ചേർന്നപ്പോൾ അവളുടെ വാക്കിനും നോട്ടത്തിനും പ്രവൃത്തിക്കും ചലനത്തിനും അവളുടെ ഇടപാടിനും അവൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും കൊടുക്കുന്നതിനും മേടിക്കുന്നതിനുമെല്ലാം ഞാൻ ഇടപെട്ടപ്പോൾ അവൾ ദുഃഖിയായി. ഞാൻ അതോർത്തും ഓർക്കാതെയും ദുഃഖിയായി. അവളുടെ ഇടപാടുകളിൽ ഇടപെട്ട ലോകം മുഴുവൻ എൻ്റെ അസാധാരണമായ അധ്യാസത്തിൽ ദുഃഖതപ്തമായി. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ വാക്കുകളെ നിയന്ത്രിക്കുവാൻ, പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കുവാൻ, അവരുടെ നീക്കങ്ങളെ നിയന്ത്രിക്കുവാൻ, അവരുടെ അടുക്കലിരിക്കുമ്പോൾ അവരുടെ കാൽപ്പെരുമാറ്റങ്ങൾ എനിക്കിഷ്ടപ്പെടാതെ വരുമ്പോൾ, ആ കാലിൽ നുള്ളുമ്പോൾ, ആ ചെവിക്ക് പിടിക്കുമ്പോൾ, അത് ശരിയല്ലെന്ന് ശഠിക്കുമ്പോൾ, എന്നിലെ എന്നെ ഞാൻ അവരുടെ കർമ്മകലാപങ്ങളിൽ അത്രയും ചേർത്തു വെച്ചപ്പോൾ അവരനുഭവിച്ച വേദനയുടെയും ദുഃഖത്തിൻ്റെയും ലോകങ്ങൾ എന്നെയും അവരെയും ലോകത്തെയും അത് ദുഃഖിപ്പിച്ചു. ഞാൻ പരിചയപ്പെട്ട ലോകങ്ങളിൽ, ഞാൻ ഇടപെട്ട രംഗങ്ങളിൽ, ഞാൻ കണ്ടതും കേട്ടതുമായതിലെല്ലാം എന്നെ ഞാൻ ചേർത്തപ്പോൾ അവിടെയെല്ലാം കണ്ടതിനെ ശരിയല്ല ശരിയല്ലെന്ന് കണ്ടെത്തുന്ന വേളകളിലെല്ലാം എന്നോടിടപെട്ട എല്ലാ ആളുകളെയും ഞാൻ ദുഃഖിപ്പിച്ചു. എന്നെ ഞാനിന്ന് എൻ്റെ കർമ്മത്തിൽ നിന്ന്, ശരീരത്തിലെ കർമ്മത്തിൽ നിന്ന്, എൻ്റെ വാക്കിൽ നിന്ന്, കർമ്മത്തിൽ നിന്ന്, എൻ്റെ മനക്കർമ്മത്തിൽ നിന്ന്, മനോവാക്കായ കർമ്മങ്ങളിൽ നിന്ന് പൂർണ്ണമായി എന്നെ ഞാൻ ഇന്ന് മോചിപ്പിച്ചപ്പോൾ ഞാനിതാ യഥാസുഖം കഴിയുകയായി. കർമ്മങ്ങൾ അതിൻ്റെ പാട്. എനിക്ക് ബുദ്ധിമുട്ടില്ല. അത്രയും പോരാ.
ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് കേൾക്കാതെയാണ് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെയും പറഞ്ഞത് നാരായണപിള്ള അറിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചോദിക്കുന്നു. ആണെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിൽ ഞാൻ ഉത്തരം പറഞ്ഞു, അല്ല എന്ന് പറഞ്ഞു. മനക്ലേശം ഉണ്ടാകാതിരിക്കാൻ ഒരാൾ ശ്രമിച്ചാൽ നടക്കില്ല. മറിച്ച് ഒരാൾ ബോധത്തെ ഇതുവരെ എടുത്ത ശ്ലോകങ്ങളിലൂടെ കടന്നു വന്ന ആത്മാവിനെയല്ലേ ബോധത്തെ മനസ്സിലാക്കിയിട്ട് അതിനെ അഹങ്കാരം എന്ന പേരിലാണ് നാം ചേർത്ത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ വാക്കിൽ, നമ്മുടെ ശരീരത്തിൽ ചേർക്കുന്നത് എന്ന്, ജാഗ്രത് സ്വപ്ന സുഷുപ്തി തലങ്ങളിൽ ചേർക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആ അഹങ്കാരം ഇല്ലാതാക്കി ആത്മാവിനെ സ്വതന്ത്രമാക്കിയാൽ ശരീരം ഏത് സമഷ്ടിയുടെ ഭാഗമാണോ ആ കർമ്മങ്ങൾ ചെയ്തുകൊള്ളും. അതുപോലെ തന്നെ വാക്ക് ഏത് സമഷ്ടിയുടെ ഭാഗമാണോ ആ കർമ്മം മര്യാദാമസൃണമായി ചെയ്യും. മനസ്സ് ഏത് സമഷ്ടിയുടെ ഭാഗമാണോ അത് ചെയ്യും. അത് ആ മനസ്സിനും ആ വാക്കിനും ആ ശരീരത്തിനും ക്ലേശമില്ലാതിരിക്കുകയും അത് ഇടപെടുന്ന തലങ്ങളിൽ ക്ലേശമില്ലാതാവുകയും ചെയ്യും. ഇത് അയത്നലളിതമാണ്. ഇത് കാണണമെങ്കിൽ ചില ആളുകൾ കുട്ടികളെ കുട്ടിക്കാലത്ത് അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വിട്ടാൽ, എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു, അവർ എൻ്റെ കാര്യങ്ങളിൽ നിയന്ത്രിക്കുന്നില്ല, ഞാൻ എന്നെ നിയന്ത്രിക്കണം എന്ന് അവരുടെ ശരീരവും മനസ്സും ഒക്കെ സ്വയം അത് ഏറ്റെടുക്കും. അമ്മയുടെ കൂടെ നടക്കുന്ന കുട്ടി കുഴിയിലേക്ക് ചാടാൻ ശ്രമിച്ചു നോക്കും. കയ്യാലയിൽ നിന്ന് ചാടിയിറങ്ങാൻ ശ്രമിക്കും. തനിച്ചാകുന്ന കുട്ടി നടയുടെ കരയ്ക്ക് പോയിരുന്നിട്ട് ഇറങ്ങാൻ പറ്റാതെ കാലൊന്ന് നീട്ടി നോക്കുകയും കയറ്റി വയ്ക്കുകയും നീട്ടുകയും കയറ്റുകയും പുറകോട്ട് കയറുകയും ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായില്ല? ഇതുപോലെ എൻ്റെ അമ്മയായി എൻ്റെ ആത്മാവിനെ കണക്കാക്കിയാൽ, ശരീരത്തെ വിട്ടാൽ അവൻ സമഷ്ടി പരിഗണനയിൽ വേണ്ടത് മാത്രം ചെയ്യും. ഞാൻ കൂടെയുണ്ടെന്നറിഞ്ഞാൽ അഹങ്കാരിയായ അവൻ തോന്നിവാസങ്ങളെല്ലാം ചെയ്യും. ഇതാണ് നമ്മൾ ഇത്രയും സമയം കൊണ്ടെടുത്തത്. നാരായണപിള്ള ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായി കാണും. ചോദ്യം നാരായണപിള്ളയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞുവെങ്കിലും